ഇറാന്റെ ഭാഗത്തു നിന്നും അടുത്തിടെ ഒരു അറിയിപ്പ് പുറത്തു വന്നിരുന്നു. ഇസ്രായേൽ വിചാരിക്കുന്നത് ഞങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നില്ല, ഇസ്രായേലിനെ കുറിച്ചുള്ള യാതൊരു വിവരവും ഞങ്ങളുടെ പക്കൽ ഇല്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ പക്കൽ ഇസ്രായേലിനെ കുറിച്ചുള്ള വളരെ സെൻസിറ്റീവായ ഇൻഫോർമേഷൻസ് ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഇടങ്ങളിലാണ് അവരുടെ അണുആയുധങ്ങൾ ഉള്ളത്, അല്ലെങ്കിൽ അണുആയുധം സംബന്ധിക്കുന്ന ഗവേഷണങ്ങൾ എവിടെയെല്ലാമാണ് നടക്കുന്നത്, ഇവരുടെ പ്രധാനപ്പെട്ട അണുആയുധ അധികാരികൾ ആരെല്ലാം, അവരെവിടെയെല്ലാമാണ് താമസിക്കുന്നത്, IAEA ഇവർക്ക് ഏത് തരത്തിലുള്ള സഹായങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, അവരുടെ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് എവിടെയെല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള സെൻസിറ്റീവായ ഇൻഫോർമേഷൻസ് ഞങ്ങളുടെ പക്കലുണ്ടെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് പുറത്തുവിട്ടത്. ഇത് പുറത്തു വന്നത് മുതൽ ഇതിന് സപ്പോർട്ടായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. നോക്കുക, ഇസ്രായേലിന്റെ സീക്രട്സ് എല്ലാം ഇറാൻ എക്സ്പോസ് ചെയ്തു, ഇത് സംബന്ധിക്കുന്ന അഭിപ്രായങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം ഇതെല്ലാം നോർമലായി ലഭിക്കുന്ന ഡാറ്റാസ് മാത്രമാണ് എന്ന് ഒരു വിഭാഗം പറയുന്നുമുണ്ട്. കാരണം അവർ പുറത്തുവിട്ടിരിക്കുന്ന പകുതിയിൽ കൂടുതൽ കാര്യങ്ങളും പേഴ്സണൽ ഇൻഫോർമേഷൻസ് ആണ്. അവരുടെ പ്രൊഫൈലിൽ നിന്നും എടുത്തിട്ടുള്ള ഡാറ്റാസ്, അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് സംബന്ധിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്നും എടുത്തിട്ടുള്ള ഡാറ്റാസ് ആണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്, അങ്ങനെ ഇസ്രായേലിനെ കുറിച്ചുള്ള എന്ത് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആണ് ഇറാൻ പുറത്തുവിട്ടത്? ഇറാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ അങ്ങനെ ഇറാൻ അകത്ത് കടന്ന് എന്താണ് ചെയ്തത്? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഈ സ്പൈ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ ചാരവിവരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്ക് മിഡിൽ ഈസ്റ്റിൽ ഓർമ്മ വരുന്നത് ഇസ്രായേലിനെ ആയിരിക്കും. കൂടുതലായും ഇങ്ങനെയുള്ള സെക്യൂരിറ്റി ബ്രീച്ച് സംഭവിക്കുന്നത് ഇസ്രായേൽ വഴിയാണ്. ഇതൊക്കെ പുറത്ത് സാധാരണ ഇങ്ങനെയുള്ള സെക്യൂരിറ്റി ബ്രീച്ചസ് ഇസ്രായേൽ വഴിയാണ് പുറത്ത് സംഭവിക്കുന്നത്. ഒരു മാസത്തിൽ തന്നെ ശരാശരി ഓൺലൈനിൽ സംഭവിക്കുന്ന ഹാക്കിങ്സ്, ഇന്റർനെറ്റ് ഹാക്കിങ്സും അതുവഴി സംഭവിക്കുന്ന മാൽവെയർ അറ്റാക്സും കൂടുതലും ഇസ്രായേലുമായി ബന്ധപ്പെട്ടതായിരിക്കും. കാരണം ലോകത്തിലുള്ള കൂടുതൽ സെൻസിറ്റീവ് ഇൻഫോർമേഷൻസും പലർ സംബന്ധിക്കുന്ന പ്രൈവറി ഡാറ്റാസ് ഒക്കെ ഇസ്രായേൽ അവരുടെ കൈകളിൽ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് നോർത്തേൺ അമേരിക്കയിലെ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു കമ്പനിയെ കുറിച്ചുള്ള ഡാറ്റ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട രാജ്യത്തെക്കുറിച്ചുള്ള ഡാറ്റ, ഇന്റലിജൻസ് ഇൻഫോർമേഷൻസ് ഒക്കെ പുറത്ത് ഷെയർ ആകും. എന്നാൽ അതിന് പുറകിൽ ആരുണ്ടെന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അത് മൊസാദിന്റെ പ്രവർത്തനം പിന്നിലുണ്ടാകും. അപ്പോൾ ഇറാനും ഇസ്രായേലിനും ഇടയിൽ ഒരുപാട് സൈബർ ലിങ്ക്സ് സംഭവിച്ചിട്ടുണ്ട്. അതിന് നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2018 മുതൽ 2023 തന്നെ ഇറാനുള്ളിൽ ഒരുപാട് സൈബർ അറ്റാക്സും ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സിനുള്ളിൽ ചെന്ന് അവിടെ നിന്ന് ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് എടുത്തുകൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇസ്രായേൽ ചെയ്തിട്ടുണ്ട്. ഇതിന് പകരം ഇറാൻ ഇതുവരെയും ഇസ്രായേലിനുള്ളിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇസ്രായേലിന്റെ സ്പൈ നെറ്റ്വർക്ക്സ് പ്രവർത്തിക്കുന്നത് പോലെ ഇറാന്റെ സ്പൈ നെറ്റ്വർക്ക്സ് ഇസ്രായേലിനുള്ളിൽ നുഴഞ്ഞു കയറി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ ഏതാണ്ട് ഇതുവരെയും അങ്ങനെ പറയത്തക്ക വലിയ രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്സ് ഇസ്രായേലിനെതിരെ ഇറാനെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ സ്പൈ നെറ്റ്വർക്ക്സ് ഉപയോഗിച്ചും ഇസ്രായേലിനുള്ളിൽ ക്രിട്ടിക്കൽ ഡാറ്റാസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മൊസാദ് ഇറാനുള്ളിൽ നുഴഞ്ഞു കയറിയ രീതിയിൽ ഇറാന്റെ സ്പൈ നെറ്റ്വർക്ക്സിനെ കൊണ്ട് ഇസ്രായേലിനുള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ കഴിഞ്ഞിട്ടില്ല, ശ്രമിച്ചിട്ടുമില്ല. ഇതാണ് യഥാർത്ഥ സത്യം. എന്നാൽ പല തരത്തിലുള്ള സൈബർ അറ്റാക്സ് ചെയ്യാൻ ശ്രമിക്കും. പ്രധാനമായും ഇറാനിയൻ ഹാക്കേഴ്സ് ഗ്രൂപ്പ് കൈവയ്ക്കുന്നതെല്ലാം ഇവരുടെ പവർ ഗ്രിഡ്സിലും ഇവരുടെ പ്രധാനപ്പെട്ട വാട്ടർ ഫെസിലിറ്റീസിലുമാണ്. അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സിസ്റ്റംസ്, അത് സംബന്ധിക്കുന്ന സോഫ്റ്റ്വെയർസ്, ഇതിലെല്ലാം അറ്റാക്ക് നടത്തും. അമേരിക്കയിലും ചെന്ന് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ഹിസ്റ്ററി പോലും ഇറാന്റെ പക്കലുണ്ട്. ഇപ്പോ അടുത്തിടെ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യം, ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ UN സഭ സംബന്ധിക്കുന്ന ഒരു സെഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇറാനും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടിട്ടുള്ളവരുടെ ഡേറ്റാസ് ഒക്കെ പുറത്തു കൊണ്ടുവന്നു. ആ ഒരു സമയത്ത് ഇറാന്റെ സ്റ്റേറ്റ് മീഡിയയിൽ ഇറാന്റെ ഇന്റലിജൻസ് മിനിസ്റ്ററായ ഇസ്മായിൽ ഖദീബ് അപ്പിയർ ആകുന്നു. അദ്ദേഹം ഈ ഷോയിലൂടെ പുറത്തുവിട്ട ഡാറ്റാസിനെ മെൻഷൻ ചെയ്യുന്നത് ഡാറ്റ ട്രഷർ എന്നാണ്. ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട ട്രഷർ, ഇസ്രായേലുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നിധി നമുക്ക് ലഭിച്ചു എന്ന് കാണിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ചിത്രങ്ങളും വീഡിയോസും ചില ഡോക്യുമെന്റ് ഫോർമാറ്റിലുള്ള പല തരത്തിലുള്ള ലേഖനങ്ങളും വിവരങ്ങളും പുറത്തുവിട്ടിരുന്നു. ഇത് കാണുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ആക്സസിബിൾ ആണ്. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഡോക്യുമെന്റ്സ് ഒന്നും ലഭിക്കില്ല. കാരണം ഒരുപാട് ഇടങ്ങളിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, പ്രൈവറ്റ് ആയി തന്നെ മാറ്റിയിട്ടുണ്ട്. ഗൂഗിളിൽ നോക്കിയാൽ ഇങ്ങനൊരു വാർത്ത വന്നു എന്നുള്ളത് കാണിക്കും, പക്ഷെ നിങ്ങളെ കൊണ്ട് ഡോക്യുമെന്റ്സ് ഒന്നും എടുക്കാൻ കഴിയില്ല. ശരി, ഇങ്ങനൊരു കാര്യം പുറത്തു വന്നു. ഇതിന്റെ റിയാക്ഷനായി ഇസ്രായേൽ എന്താണ് പറഞ്ഞത്, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ ഇത് ഏത് തരത്തിലുള്ള റിയാക്ഷൻ ഉണ്ടാക്കിയെന്ന് നോക്കിയാൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് കൂടുതൽ മാധ്യമങ്ങളും ഉള്ളത്. അവിടെ നിന്ന് എന്താണോ പറയുന്നത് അത് മാത്രമേ പുറത്തുവിട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് അവരുടെ പക്കൽ നിന്ന് വലിയ റെസ്പോൺസ് ഒന്നും ലഭിച്ചില്ല. പക്ഷെ അറബ് നെറ്റ്വർക്ക് ഇവർക്കുള്ളിലുള്ള ഈ ലോക്കൽ മീഡിയ കണക്ഷൻസിലും ഇത് വലിയൊരു വാർത്തയായി മാറിയിട്ടുണ്ട്. ഇസ്രായേലിലെ ചില സർക്കാർ ഉദ്യോഗസ്ഥരും പ്രതിപക്ഷ പാർട്ടികളും ഇതിനെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിയാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്തെങ്കിലും ഉണ്ടാകണമല്ലോ. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇസ്രായേൽ അത്ര പെട്ടെന്ന് ഒന്നിനും റിയാക്ട് ചെയ്യില്ല. അങ്ങനെ റിയാക്ട് ചെയ്യുകയാണ്
അല്ലെങ്കിൽ അവർ സംബന്ധിക്കുന്ന ചില സോഴ്സസിൽ നിന്നും റിയാക്ഷൻ വരുന്നു എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലുള്ള ഡാറ്റാസ് ആണ് ഇവർ ബ്രീച്ച് ചെയ്തതെന്ന് നമുക്ക് ആദ്യം അറിയാം. എല്ലാം ഡാറ്റാസ് തന്നെയാണ്, വീഡിയോസും ഓഡിയോ ഫോർമാറ്റ്സും എല്ലാം ഡാറ്റാസ് ആണ്. ഇവർ പുറത്തുവിട്ട ഡാറ്റാസിനെ നമുക്ക് 3 സെഗ്മെന്റ്സ് ആയി വിഭജിക്കാൻ കഴിയും. ആദ്യത്തേത് സയന്റിസ്റ്റിനെ ടാർഗറ്റ് ചെയ്യുക. ഏകദേശം ഒരു 189 അധികാരികൾ ഉണ്ടാകും, അതിലും കൂടുതൽ. അണുആയുധം സംബന്ധിക്കുന്ന ഗവേഷണങ്ങൾ നടത്തുന്ന അധികാരികളുണ്ട്. ആണവോർജ്ജം സംബന്ധിക്കുന്ന ഗവേഷണങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന സയന്റിസ്റ്റ് അധികാരികൾ, ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട മിസൈൽ സാങ്കേതിക വിദ്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഗവേഷകർ, ഇങ്ങനെ 180-ലധികം പേരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവർ എടുത്തിട്ടുണ്ട്. ഈ 180 പേരുടെയും വീടുകൾ എവിടെയാണ്, അവരുടെ കുടുംബത്തിൽ എത്ര പേരുണ്ട്, അവരുടെ റെഗുലർ മിഷൻ എന്താണ്, ഇസ്രായേലിന് വേണ്ടി അവർ റെഗുലറായി ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാം, ഇസ്രായേൽ വഴി സ്പൈ നെറ്റ്വർക്ക്സ് എങ്ങനെയാണ് ഇവരിലൂടെ വരുന്നത്, ഇതിനെക്കുറിച്ചുള്ള ഡാറ്റാസ് എല്ലാം എടുത്തിട്ടുണ്ട്. രണ്ടാമതായി ഉള്ളത് അവരുടെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ സൈറ്റ് ആയിട്ടുള്ള ഡിമോണ ന്യൂക്ലിയർ സൈറ്റ് ആണ്. ഇസ്രായേലിന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ ബേസ് തന്നെ ഇതാണ്. ഈ സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ പക്കൽ ന്യൂക്ലിയർ പ്രോഗ്രാം തന്നെ വരില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന്റെ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസിൽ നിന്നുമുള്ള 110-120 പിക്ചേഴ്സ് ഇവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ യുറേനിയം ശുദ്ധീകരിക്കുന്ന സെൻട്രിഫ്യൂജ് സിസ്റ്റം ഉണ്ടല്ലോ, എങ്ങനെയാണോ ഇസ്രായേൽ അകത്തേക്ക് കടന്ന് ഇറാന്റെ സെൻട്രിഫ്യൂജ് സിസ്റ്റത്തിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത് എക്സ്പോസ് ചെയ്തത്, പുറത്തുവിട്ടത്, അതുപോലെ ഇസ്രായേലിലുള്ള ഈ ഡിമോണ സൈറ്റ്സിലുള്ള ചില സെൻട്രിഫ്യൂജ് സിസ്റ്റത്തിന്റെ ഫോട്ടോസ്, അവിടെയുള്ള ചില ന്യൂക്ലിയർ വെപ്പൺ സംബന്ധിക്കുന്ന സിസ്റ്റംസ്, ഇതിന്റെ ഫോട്ടോസ് ഒക്കെ, അകത്തുള്ള അറകളിലെല്ലാം ചിത്രങ്ങളും ഇവർ പുറത്തുവിട്ടിട്ടുണ്ട്. മാത്രവുമല്ല ഇസ്രായേലിന്റെ ബങ്കേഴ്സ് എവിടെയെല്ലാമാണുള്ളത്, ഈ ബങ്കേഴ്സിന്റെ അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചർ എങ്ങനെയാണുള്ളത്, അത് സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ബ്ലൂ പ്രിന്റ് തന്നെ ലഭിച്ചിട്ടുണ്ട്. ചില ഇമേജസും പുറത്തുവിട്ടിട്ടുണ്ട്. ഇവിടെയെല്ലാം ഇത്ര ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്, ഇത്ര സ്ഥലങ്ങളിൽ ഇസ്രായേലിന്റെ ബങ്കേഴ്സ് ഉണ്ട്. ഇങ്ങനെ ഈ 3 കാറ്റഗറിക്ക് കീഴിലാണ് ഡാറ്റാസ് പുറത്തുവിട്ടത്. ഈ ജെറിക്കോ മിസൈൽസ് ഒക്കെ എവിടെയുണ്ട് എന്ന ലിസ്റ്റ് പോലും അവർ പുറത്തുവിട്ടു. ഇത് ഇറാൻ സൈഡിൽ നിന്നും ഒരു വലിയ കാര്യമായി കാണുന്നുണ്ട്. ഇവർ പുറത്തുവിട്ടിട്ടുള്ള ഈ സീക്രറ്റ്സ് ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്ത് നിന്നും ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ ഇസ്രായേലിന് ഒരു വലിയ സെക്യൂരിറ്റി ബ്രീച്ച് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇറാൻ പറയുന്ന അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനും കഴിയില്ല. കാരണം ഇതിന് പിന്നിലുള്ള എവിഡൻസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടല്ലോ. അതായത് IAEA ചീഫ് ഇസ്രായേലിൽ എവിടെയാണുള്ളത്, അദ്ദേഹത്തിന്റെ ഫാമിലി എവിടെ പോയി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരെയും പ്രൈവറ്റ് ഫോട്ടോസ് വരെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഈസിയായി ആക്സസ് ചെയ്തെടുക്കാൻ കഴിയും. അതായത് ഒരു പേഴ്സൺ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ചെന്നാൽ തന്നെ വളരെ എളുപ്പത്തിൽ അറിയാൻ കഴിയും. സോഷ്യൽ മീഡിയ അങ്ങനെയാണല്ലോ, രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെയും എല്ലാ കാര്യങ്ങളും പോസ്റ്റും റീൽസും ഒക്കെ ആയിട്ട് ചെയ്യും ചിലരൊക്കെ. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വലിയ കാര്യമായി എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് ഇവർ പുറത്തുവിട്ടിട്ടുണ്ടല്ലോ, ബ്ലൂ പ്രിന്റ്സ്, ഇതൊക്കെ വളരെ സെൻസിറ്റീവായ കാര്യമാണ്. ഇപ്പോൾ ഇസ്രായേലിനെയും നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല, ഇറാനെയും പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ ഇതൊരു സൈക്കോളജിക്കൽ വാർഫെയർ ആയി ചെയ്യാം. ഇതിന് മുൻപ് ഇസ്രായേലിനെതിരെ ഇറാൻ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടേ ഇല്ല. അപ്പോൾ ആദ്യമായി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ കാര്യമൊന്നും ഇല്ലാതെ ചെയ്യില്ല. ഇവർ നൽകിയിട്ടുള്ളതിൽ പകുതി സത്യം പകുതി കള്ളമാണ് എന്ന് വയ്ക്കാം. വേണ്ട, ഒരു 10% മാത്രം സത്യം എന്ന് ചിന്തിക്കാം. അത് ഇസ്രായേലിന്റെ ഒരു സെക്യൂരിറ്റി ബ്രീച്ച് തന്നെയാണ്. നാളെ ഇവരുടെ ഈ അണ്ടർഗ്രൗണ്ട് സൈറ്റ്സിൽ ഇസ്രായേലിനെതിരെ ഇറാൻ ഒരു മിസൈൽ സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കാരണം ഇതുവരെയും ഇവരുടെ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസ് എവിടെയാണ് ഉള്ളതെന്ന് ഇറാൻ അറിയില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഭൂപ്രദേശം വൈസ് വളരെ ചെറിയൊരു രാജ്യമാണ്. അങ്ങനെയുള്ള രാജ്യത്ത് നിങ്ങളെ കൊണ്ട് പ്രത്യേക ചില സ്ഥലങ്ങളിൽ മാത്രമേ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസ് നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. എയർബേസിനടിയിൽ, ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങൾക്കടിയിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അവരെ കൊണ്ട് അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചേഴ്സ്, താഴെ ബങ്കേഴ്സ് നിർമ്മിക്കാൻ കഴിയും. അപ്പോൾ അതിന്റെ ബ്ലൂ പ്രിന്റ് ഇറാന്റെ പക്കൽ ലഭിച്ചാൽ കൃത്യമായി അതിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ നാളെ അവരെ കൊണ്ട് മിസൈൽസ് ഫയർ ചെയ്യാൻ കഴിയും. അതുപോലെ ഇറാന്റെ ഈ ആണവോർജ്ജം സംബന്ധിക്കുന്ന ഗവേഷണങ്ങൾ നടത്തുന്ന സയന്റിസ്റ്റിനെയൊക്കെ ഇസ്രായേൽ ഇറാനുള്ളിൽ വെച്ച് തന്നെ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷെ നാളെ ഇറാന്റെ സെക്യൂരിറ്റി സർവീസിലുള്ളവർ, ഇറാന്റെ സ്പൈ നെറ്റ്വർക്സിലുള്ളവർ, ഇന്റലിജൻസ് നെറ്റ്വർക്കിലുള്ളവർ ഇസ്രായേലിനുള്ളിൽ കയറിയാൽ അവർക്ക് ഈ ഇൻഫോർമേഷൻസ് എല്ലാം വളരെ ആക്സസിബിൾ ആയിരിക്കും. ഇങ്ങനെ ഒരാളുണ്ട്, അയാൾ ഈ സ്ഥലത്ത് ഇതെല്ലാം ചെയ്യുന്നു എന്നുള്ളത് അറിഞ്ഞാൽ അവരെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള വഴി ഇറാൻ തന്നെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും പറയുകയാണ്, ഇറാൻ ഇത് ശരിക്കും ചെയ്തതാണ്. ഈ പുറത്തുവിട്ട ഡാറ്റാസ് ഒക്കെ ശരിയാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഇസ്രായേലിന് ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് പൂർണ്ണമായും ഫേക്ക് എന്ന് പറയാൻ കഴിയില്ല. അവർ നൽകിയ ഡാറ്റാസ് ഒക്കെ അങ്ങനെയുള്ളതാണ്, ചില ഡാറ്റാസ് ഒക്കെ. അതുപോലെ ഇതിന്റെ ടൈം ലൈൻ നൽകിയിട്ടുണ്ട്. അവസാനമായി ജൂൺ മാസത്തിൽ അവരൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു, ഇസ്രായേലിനെ സംബന്ധിക്കുന്ന ചില പ്രധാനപ്പെട്ട ഡാറ്റാസ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന്, അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾ പുറത്ത് വിടും എന്ന്. ഇറാന്റെ സൈബർ വാർഫെയർ എന്താണ്, എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇറാന്റെ ഇന്റലിജൻസ് നെറ്റ്വർക്ക് എത്രത്തോളം പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുമെന്ന രീതിയിൽ ജൂൺ മാസം തന്നെ ഒരു അറിയിപ്പ് പുറത്തുവിട്ടിരുന്നു. പിന്നീട് ജൂൺ, ജൂലൈ, ഓഗസ്റ്റിൽ
ഞങ്ങൾ ഇതെല്ലാം ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പൂർണ്ണമായും വെരിഫൈ ചെയ്തതിന് ശേഷം ഈ ഡീറ്റെയിൽസ് എല്ലാം പുറത്തുവിടുമെന്ന് ഓഗസ്റ്റ് മാസത്തിൽ ഒരു അറിയിപ്പ് കൊടുത്തു. ഇപ്പോൾ സെപ്റ്റംബറിൽ ഈ ഡാറ്റാസ് എല്ലാം പുറത്ത് വന്നിട്ടുമുണ്ട്. എന്നാൽ ഇസ്രായേൽ ഇതിന് വലിയ രീതിയിൽ റിയാക്ട് ചെയ്തില്ല. അത് ശരിയാണെങ്കിൽ കൂടിയും ഇസ്രായേൽ റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ഇങ്ങനെ ഒരു കാര്യം അവർ ചെയ്തിട്ടുണ്ട്. അവരുടെ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസിനെ എല്ലാം എടുത്ത് ഇമേജസ് എല്ലാം വെച്ചുകൊണ്ട് തന്നെ ക്ലെയിം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇത് ശരിയാണെങ്കിൽ ഇസ്രായേലിന് ഇറാന്റെ ഒരു ഫസ്റ്റ് സ്ട്രൈക്കായി ഇത് മാറും അസിമെട്രിക്കൽ വാർഫെയറിൽ. ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു ഭാഗത്ത് ഇസ്രായേലിന്റെ ഡാറ്റാസ് ഇറാൻ ബ്രീച്ച് ചെയ്തതായി പറയുന്നു. ഓരോ തവണയും ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു റിയാക്ഷൻ അറ്റാക്ക് എന്ന വണ്ണം ഇസ്രായേൽ കൊടുക്കും. കാരണം നോർമൽ ഈ പവർ ഗ്രിഡ് അറ്റാക്ക് ഒക്കെ സംഭവിക്കുമ്പോൾ തന്നെ ഇസ്രായേലിന്റെ ചാര സംഘടന ഇറാനുള്ളിൽ ഒരു വലിയ കാര്യം ചെയ്യും. ഇതൊക്കെ ചരിത്രത്തിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നവയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും വലിയൊരു കാര്യം ഇസ്രായേലിനെതിരെ ഞങ്ങൾ ചെയ്തു എന്ന് ഇറാൻ തന്നെ ഓപ്പൺ ക്ലെയിം നടത്തി. അങ്ങനെയാണെങ്കിൽ ഇതിനു ശേഷം വേർഷൻ 2.0 എന്ന പോലെ ഇതിൻ്റെ ഒരു റിയാക്ഷൻ ഇസ്രായേൽ ഇറാനുള്ളിൽ നൽകാനുള്ള സാധ്യതകൾ ഉണ്ട്. ആദ്യമായി ഇസ്രായേലിനെതിരെയുള്ള ഒരു വലിയ കാര്യം ഇറാൻ ചെയ്തിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.